രാജ്യത്തെ വോട്ടർമാരെയും രാഷ്ട്രീയ കേന്ദ്രങ്ങളെയും ഒരുപോലെ ഞെട്ടിച്ചുകൊണ്ട് നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും വമ്പൻ നീക്കം പുറത്തു വന്നിരിക്കുകയാണ്. വോട്ടർ പട്ടിക ശുദ്ധീകരിക്കുന്നതിനായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപ്പിലാക്കിയ സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ അഥവാ SIR പദ്ധതി ഒരു വർഷം പൂർത്തിയാകുമ്പോൾ രാജ്യത്താകെ 6 കോടിയോളം വോട്ടർമാരെയാണ് പട്ടികയിൽ നിന്ന് ഒറ്റയടിക്ക് നീക്കം ചെയ്തിരിക്കുന്നത്. പ്രതിപക്ഷ കക്ഷികളെയും സാമൂഹ്യ പ്രവർത്തകരെയും പൂർണ്ണമായും ആശങ്കയിലാഴ്ത്തുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകളിൽ വ്യക്തമാകുന്നത്. വോട്ടർമാരുടെ എണ്ണത്തിൽ വൻ കുറവാണ് ഇതിലൂടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പദ്ധതിയുടെ 2ാം ഘട്ടത്തിൽ ഉൾപ്പെട്ട കേരളം, ഉത്തർപ്രദേശ്, പശ്ചിമ ബംഗാൾ, തമിഴ്നാട്, രാജസ്ഥാൻ അടക്കമുള്ള 12 സംസ്ഥാനങ്ങളിൽ പരിശോധനയ്ക്ക് മുൻപ് വോട്ടർമാരുടെ എണ്ണം 50 കോടിയിലധികമായിരുന്നു. എന്നാൽ കടുത്ത പരിശോധനകൾ പൂർത്തിയായതോടെ ഇത് 45 കോടിയായി ചുരുങ്ങി. അതായത് ഒറ്റയടിക്ക് 10% വോട്ടർമാരാണ് ഈ സംസ്ഥാനങ്ങളിൽ നിന്ന് മാത്രം പുറത്തായിരിക്കുന്നത്. ഇതിൽ മരണപ്പെട്ട 66 ലക്ഷത്തിലധികം ആളുകളെ ഒഴിവാക്കിയതാണ് ഔദ്യോഗിക കണക്കുകൾ വ്യക്തമാക്കുന്നത്. ഏറ്റവും കൂടുതൽ മരിച്ചവരെ ഒഴിവാക്കിയത് ഉത്തർപ്രദേശിൽ നിന്നുമാണ്, 25 ലക്ഷത്തിലധികം പേർ. തൊട്ടു പിന്നാലെ പശ്ചിമ ബംഗാളിൽ നിന്നും 24 ലക്ഷത്തിലധികം പേരെ ഒഴിവാക്കി. ഇതിനു പുറമെ ലഭിച്ച വിവിധ പരാതികളുടെയും മറ്റ് ആഭ്യന്തര പരിശോധനകളുടെയും അടിസ്ഥാനത്തിൽ 63 ലക്ഷത്തിലധികം പേരുകൾ കൂടി വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ജൂൺ 24-ന് ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായാണ് പരീക്ഷണാടിസ്ഥാനത്തിൽ ഈ പദ്ധതിക്ക് തുടക്കമിട്ടത്. അന്ന് ബീഹാറിൽ മാത്രം 65 ലക്ഷത്തോളം പേരെയാണ് വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയത്. തുടർന്ന് ഈ വർഷം മാർച്ചിൽ ഈ നടപടികൾക്ക് സുപ്രീം കോടതിയുടെ പൂർണ്ണ അംഗീകാരവും ലഭിച്ചു. ജനപ്രാതിനിധ്യ നിയമപ്രകാരം ഇത് ഭരണഘടനാപരമായി ശരിയാണെന്നാണ് കോടതി നിരീക്ഷിച്ചത്. നിലവിൽ ആന്ധ്രാപ്രദേശ്, കർണാടക, തെലങ്കാന, മഹാരാഷ്ട്ര, ഡൽഹി ഉൾപ്പെടെ 16 സംസ്ഥാനങ്ങളിലും 3 കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി പദ്ധതിയുടെ 3ാം ഘട്ട പ്രവർത്തനങ്ങൾ അതിവേഗം പുരോഗമിക്കുകയാണ്. അതേസമയം ഈ വൻ നീക്കം വലിയ രീതിയിലുള്ള രാഷ്ട്രീയ വിവാദങ്ങൾക്കും ജനങ്ങൾക്കിടയിൽ കടുത്ത പ്രതിസന്ധികൾക്കും കാരണമായിട്ടുണ്ട്. ബീഹാറിലും പശ്ചിമ ബംഗാളിലും വോട്ടർ പട്ടികയിൽ നിന്ന് പേരൊഴിവാക്കപ്പെട്ട ലക്ഷക്കണക്കിന് ആളുകൾക്ക് സംസ്ഥാന സർക്കാരുകളുടെ വിവിധ ക്ഷേമ പദ്ധതികൾ നിഷേധിക്കപ്പെടുന്നതായി കടുത്ത ആരോപണങ്ങൾ ഉയരുന്നുണ്ട്. പല സംസ്ഥാനങ്ങളും വോട്ടർ പട്ടികയിലെ വിവരങ്ങൾ തങ്ങളുടെ സാമൂഹിക സുരക്ഷാ പദ്ധതികളുമായി ബന്ധിപ്പിച്ചതാണ് സാധാരണക്കാരായ ജനങ്ങൾക്ക് തിരിച്ചടിയായത്. മതിയായ രേഖകളില്ലാത്ത പൗരന്മാരുടെ വോട്ടവകാശം നിഷേധിക്കാനും വോട്ട് ബാങ്കുകളിൽ കൃത്രിമം കാണിക്കാനും ഭരണകക്ഷിയായ BJPയുടെ താൽപര്യപ്രകാരമാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രവർത്തിക്കുന്നതെന്ന് ആരോപിച്ച് പ്രതിപക്ഷ പാർട്ടികളും സാമൂഹിക പ്രവർത്തകരും തുടക്കം മുതലേ ഈ പദ്ധതിക്കെതിരെ ശക്തമായി രംഗത്ത് വന്നിരുന്നു. പ്രതിപക്ഷത്തിന്റെ വോട്ട് ബാങ്കുകളെ ലക്ഷ്യമിട്ടുള്ള കേന്ദ്ര സർക്കാരിന്റെ രാഷ്ട്രീയ അജണ്ടയാണ് ഇതിന് പിന്നിലെന്ന് ഉയരുന്ന പ്രധാന വിമർശനം. എന്നാൽ വോട്ടർ പട്ടിക തികച്ചും സുതാര്യമാക്കാനുള്ള നടപടിയാണിതെന്നാണ് ഔദ്യോഗിക വിശദീകരണം. രാജ്യത്തെ ജനാധിപത്യ പ്രക്രിയയെ അപ്പാടെ മാറ്റിമറിക്കുന്ന ഈ സുപ്രധാന പദ്ധതിയെക്കുറിച്ചുള്ള വിവരങ്ങൾ ഇപ്പോൾ NCERTയുടെ സാമൂഹ്യശാസ്ത്ര പാഠപുസ്തകത്തിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ ഈ വോട്ടർ വേട്ട വലിയ രാഷ്ട്രീയ കൊടുങ്കാറ്റായി മാറുമെന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്.